പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തക്കോണം കർത്താവ് കൊണ്ടൊരു അവകാശം ഒരുക്കി തന്നു. നമ്മൾ ഇരിക്കുന്ന വിഷയം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യവനുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യവനുണ്ട്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യവൻ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് അതിലേക്ക് നോക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കും. അതിനു വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. പുത്രനായി, മനുഷ്യനായി ഭൂമിയിലേക്ക്. മനുഷ്യനായതുകൊണ്ട് അവൻ പുത്രനായത്. സാക്ഷാൽ പിതാവായവൻ, ദൈവമായവൻ പുത്രത്വമെടുത്ത് മനുഷ്യരൂപത്തിൽ ആയി അവൻ വേഷത്തിൽ മനുഷ്യനായി എന്നാണ് ബൈബിളിൽ കാണുന്നത്. അപ്പം അങ്ങനെ അവൻ ജഡത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വന്നു എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന, അവൻ്റെ നാമത്തിൽ, അവൻ്റെ നാമം എന്ന യേശു എന്ന നാമം. അപ്പോൾ യേശു തൻ്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യൻ പ്രാപിക്കേണ്ടതിന് നശിച്ചു പോകാൻ നിത്യൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുമെന്നൊക്കെ ലോകത്തിൽ സ്നേഹിച്ചു. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ ആണ് ലോകത്തിൽ മനുഷ്യരക്ഷയ്ക്കുമായിട്ട് നിൽക്കപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ, അത് യേശു എന്ന നാമമാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന, അവൻ ആരാണെന്ന് അറിഞ്ഞു വേണം വിശ്വസിക്കാൻ. യഥാർത്ഥമായും അവൻ ആരാണെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. അറിയണമെങ്കിൽ അത് തിരുവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ ആരാണ്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വയ്ക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഏകസത്യതയുമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യവനാകുന്നു. അപ്പം ഒരേ ഒരു ദൈവമുള്ളൂ, ഏകസത്യദൈവം. അപ്പോൾ അതാരാണ്? ഏകസത്യദൈവം പിതാവാണ്. ഏകസത്യമായി നിന്നെയും. അപ്പം നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് ആരാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ ഒരു ദൈവവും. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ. നീ അയച്ചിരിക്കുന്നത് ആരെയാണ്? പുത്രനെയാണ് അയച്ചത്. അപ്പം അങ്ങനെ ദൈവത്തിന് പുത്രനുണ്ടോ? ദൈവത്തിൻ്റെ പുത്രൻ ആദാം ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം മനുഷ്യൻ ആണ് ദൈവത്തിൻ്റെ പുത്രൻ. അപ്പം അവൻ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ പുത്രനുമായി. അപ്പം ദൈവം ഏകനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ വന്നവൻ അവൻ തന്നെയാണ് പുത്രത്വമെടുത്ത് വന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിത്യം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആർക്കും നിത്യം പ്രാപിക്കാൻ സാധ്യമല്ല. അവൻ തന്നെയാണ് സാക്ഷാൽ പിതാവായ ഏകദൈവമെന്നും അവൻ തന്നെയാണ് മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി. കൊലോസ്യർ പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണയും ഏകരൂപത്തിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണയും ഏകരൂപത്തിൽ വസിക്കുന്നു. അപ്പോൾ അവൻ മനുഷ്യനായ ദൈവം മനുഷ്യനായി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ്റെ പേരെന്താ? തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട്. തൻ്റെ ജനമെല്ലാം പാപത്തിൻ്റെ അടിമത്തിലായിരുന്നു. അതിൽ രക്ഷിക്കാൻ വേണ്ടി ആരാണ് അവൻ വന്നത്? അതുകൊണ്ട് അവൻ എന്ത് പേർ വിളിക്കണം? യേശു എന്ന് പേർ വിളിക്കണം. രക്ഷകൻ, യഹോവയായ രക്ഷകൻ. അവനാണ് യഹോവയായ രക്ഷകൻ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യവൻ പ്രാപിക്കേണ്ടത് തന്നെ. അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യവൻ പ്രാപിക്കേണ്ടതിനെ അവനെ നൽകാൻ തക്കോണം
ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല, അവർക്ക് നിത്യജീവൻ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവനിൽ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമായി തീരും എന്നാണ് വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റാരിലും ഒരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 കാണുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പം അവനിൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അവൻ ആരാണെന്നറിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. യഥാർത്ഥമായും അവൻ ആരാണെന്നറിഞ്ഞ് അവൻ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യം പ്രാപിക്കേണ്ടതിനാണ് അവൻ ലോകത്തിലേക്ക് വന്നത്. ആരും നശിച്ചു പോകാനല്ല, അവൻ വിശ്വസിക്കുന്ന ആര് വിശ്വസിക്കുന്നോ അവർക്ക് നിത്യം പ്രാപിക്കേണ്ടതിനാണ് അവൻ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അവൻ വിശ്വസിക്കുക, നിത്യം പ്രാപിക്കുക. ഇതാണ് ഇന്നത്തെ സന്ദേശം. കേട്ട എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.